ഹായ് ഗൈസ്, സനതെ നമ്മൾ ഈ ചാനലിലൂടെ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, പലതരത്തിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തതാണ്. പക്ഷെ അന്നൊക്കെ സനത് സയൻസിന്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഒരു ടോപ്പർ ആയിരുന്നു, ഒരു പേഴ്സണിലേക്ക് കിട്ടി നിൽക്കായിരുന്നു. പക്ഷെ ഇന്ന് സനത് ഇപ്പോൾ കാലിക്കറ്റ് NITയുടെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ NITയിലെ കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ സനത്, ഹായ്. ഹലോ. ഓക്കെ, എവിടെ പഠിക്കുന്നത്, ഏതാ ബ്രാഞ്ച് എന്നൊക്കെ? NIT കാലിക്കറ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇപ്പോൾ സത്യം പറ, ക്ലാസ്സിലും കയറാറുണ്ട്? ക്ലാസ് പൊതുവെ കുറവാണ്. ഞാൻ പിന്നെ CR ആണ്, അതുകൊണ്ട് തന്നെ ക്ലാസ് റെപ്രസെന്റേറ്റീവ്. അപ്പൊ വല്ലാതെ ക്ലാസ് മുക്കാൻ പറ്റൂല. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യലുണ്ട്. പ്രോക്സി ഇട്ടിട്ടും ആകെ 2.5 മണിക്കൂറേ ഉള്ളു ക്ലാസ് പൊതുവെ. ആ 2.5 മണിക്കൂർ കയറൂല. ആ 2 മണിക്കൂർ തന്നെ ഒരു മണിക്കൂർ ഒക്കെ നിന്നാലായി. അല്ല, ഈ സാധനത്തിന്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ ഈ കാണുന്നതൊക്കെ തന്നെ മനസ്സിലാവും ക്ലാസ്സിൽ കയറുന്നുണ്ടോ. അപ്പൊ അല്ല, ക്ലാസ് ടൈമിൽ 2 മണിക്കൂർ എപ്പോഴാണ്? ആ സമയത്ത് എനിക്ക് 2 സ്ലോട്ട് ഉണ്ട്, രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് ആൾക്കാർക്ക്. എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് 2 to 4. 2 to 4 2 മണിക്കൂറുള്ളൂ. 2, 3, 4, 2 to 5. അതില് 5 മിനിറ്റ് ആണ് ഓരോന്നും. പിന്നെ ബ്രേക്കിന്റെ മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ക്ലാസ്സിന് ടൈം പോലും ഓർമ്മയില്ലാത്ത രീതിയിലാണ്. അല്ല, എന്തുണ്ട് ക്യാമ്പസ് ആക്ടിവിറ്റീസ് ഒക്കെ? ക്യാമ്പസ് പരിപാടികൾ എന്നും പരിപാടികളാണ്. പല പരിപാടിക്ക് നമുക്ക് പോകാൻ പറ്റൂല. കാരണം അത്രയും സൈമിൾട്ടേനിയസ് ആയി കണ്ടുവരെ നടക്കും. കാരണം ഓരോ ദിവസം പല ക്ലബിന്റെ ഓറിയന്റേഷന് ഓരോ പരിപാടികളായിട്ട് ഇങ്ങനെ. പിന്നെ ഈ സുലൈമാൻ നൈറ്റ് അങ്ങനത്തെ ഓരോ ഐറ്റംസ് ആണ് ഇങ്ങനെ ക്യാമ്പസിന് പല ഭാഗത്തും നടന്നിങ്ങനെ പോകും ഡെയിലി. അല്ല, സെമസ്റ്റർ എക്സാം കഴിഞ്ഞല്ലേ? മിഡ്സം ഇനി വരാൻ പോണു. മിഡ്സമിന്റെ അവസ്ഥ എന്താ? മിഡ്സം കഷ്ടിച്ച് പാസ് മാർക്ക് 30-ൽ 16.5, 13-ൽ 6.5, ഇങ്ങനെയൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി പോണു. മാത്സിൽ പക്ഷെ എനിക്ക് 30-ൽ 28 മാർക്ക് ഉണ്ട്. മാത്സ് നമ്മൾ വിട്ടു കൊടുക്കൂല. 30-28 മാർക്ക്. അപ്പൊ അടുത്തേനും പിടിച്ച് കയറണം കേട്ടോ. കാരണം പഠിക്കാതെ തുടങ്ങണം. അല്ല, കോളേജിൽ ഇഷ്ടപ്പെട്ട സ്പോട്ട് ഏതാണ്? ഇഷ്ടപ്പെട്ട സ്പോട്ട് പറയാനും മൊത്തം അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. അല്ല, അങ്ങനെ ക്യാൻറ്റീന്, അങ്ങനെ എന്തെങ്കിലും റീഡിംഗ് ഏരിയ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട്? അങ്ങനെ സെൻട്രൽ സർക്കിള്, രാജ്പത്ത്, അതൊക്കെ കുറച്ച് ഒരു രസമാണ്. അപ്പൊ ഈ പറഞ്ഞ ശനി ഞായറും കിട്ടിയ വീട്ടിൽ പോകും? ഞാൻ പൊതുവെ വീട്ടിൽ പോവാറുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ പോവല്ലോ കുറച്ചായിട്ട്. ഒന്നില്ല, ശനി ഞായറാണ് ക്യാമ്പസിൽ ഒന്നുകൂടി ആക്റ്റീവ് ആയി കണ്ടുള്ളത്. പിന്നെ ഞാൻ മലപ്പുറം ആയതുകൊണ്ട് പിന്നെ വീട്ടിലിങ്ങനെ വീട്ടുകാരനെ പറഞ്ഞു അങ്ങനെ കുറച്ചിങ്ങനെ എന്തായാലും ഹോസ്റ്റൽ മുതലാക്കട്ടെ. ഹോസ്റ്റൽ ഫുഡൊക്കെ അടിപൊളിയാണ്. നല്ല നോർത്ത് ഇന്ത്യൻ മെസ്സും ഉണ്ട്, നമ്മളെ സൗത്ത് ഇന്ത്യയിലും ഉണ്ട്. ഒക്കെ ഫുഡൊക്കെ നല്ല അടിപൊളിയാണ്. ഏതെങ്കിലും കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ ആ സമയത്ത്? അല്ല, കുറെ പഠിക്കലുണ്ടായിരുന്നു, അതൊന്നും ഇല്ല. ഇപ്പൊ പഠിത്തം മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പഠിക്കൊന്നുമില്ല, കുറവാണ്. തീരല്ല, ഫുൾ ആക്ടിവിറ്റീസ് ആണ്. അല്ല, അങ്ങനെ ആക്ടിവിറ്റീസിലായി കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടോ? അല്ല, മാർക്കില്ല, അതല്ല കണ്ട്. അങ്ങനെ ഓക്കെ. അപ്പൊ അങ്ങനെയല്ല, അപ്പൊ അങ്ങനെയാണ് നമുക്ക് പ്ലേസ്മെന്റ് ഒക്കെ വേണ്ടേ? അത് ഇനി പഠിക്കാൻ തുടങ്ങാൻ വേണ്ടി. വേറെ എന്തെങ്കിലും കുട്ടികൾക്ക് പിന്നെ ഇപ്പം എക്സാമിന്റെ അവസാനമായി നിൽക്കാണ്, അതായത് ഇനിയിപ്പോ 2 മാസം മറ്റേ എക്സാമിനുള്ളൂ തോന്നുന്നു. അപ്പൊ എന്താണ് ഇപ്പൊ കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്? ഇങ്ങനെ ടൈം മാക്സിമം പഠിക്കാം അല്ലേ. പ്രത്യേകിച്ച് മോട്ടിവേഷൻ നമ്മൾ പറയാനില്ല, അതൊക്കെ ഉള്ളിൽ നിന്ന് തന്നെ സംഭവമാണ്. അപ്പൊ കുറെ ഇന്റർവ്യൂ അതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തന്നെ പഠിക്കുക, അത്ര തന്നെ ഉള്ളൂ. അല്ല വേറെ ഈ ക്യാമ്പസ് ഇതൊക്കെ തന്നെ, ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന ഈ ഒരു ക്യാമ്പസ് ലൈഫ് ഇതൊക്കെ തന്നെയാണ് ഉള്ള മോട്ടിവേഷൻ. അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മള് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിട്ടേൺ എന്തായിരിക്കും? അടിപൊളിയായിരിക്കും അല്ലെ. ഇപ്പൊ കഷ്ടപ്പെട്ട് പഠിച്ചോ. ഞാൻ ഈ ടൈപ്പ് ചോദ്യങ്ങൾ സ്ഥാനത്തിനോട് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ എത്തിയിട്ട് നിങ്ങൾ എന്താ മൊത്തം പഠിത്തായിരിക്കും എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. കാരണം ഇവിടെ നമ്മൾ പഠിത്തവും ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിക്കോളും, ബാലൻസ് ചെയ്ത് പോകും അല്ലെ. ആദ്യം കുറച്ചാലും ഇങ്ങനെ പഠിക്കാതെ ആ പ്രിപ്പറേഷൻ ഹാങ് ഓവറിൽ പഠിക്കാതിരിക്കും. പിന്നെ ഇതുപോലെ കുറച്ച് മാർക്ക് കുറയും. അപ്പൊ വീണ്ടും പഠിച്ചിട്ട് എന്തായാലും കയറിപ്പോവും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ബാലൻസ് ചെയ്ത് ഫൈനലി നമ്മളൊരു പ്ലേസ്മെന്റ് കിട്ടും. ക്യാമ്പസ് ലൈഫ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് ഫ്രണ്ട്സ് നോർത്ത് ഇന്ത്യൻ ആയിക്കോട്ടെ, സൗത്ത് ഇന്ത്യൻ ആയിക്കോട്ടെ അല്ലെ, ഡിഷസ് മാത്രമല്ല ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല, അതായത് നിങ്ങൾ ഓൾ ഇന്ത്യ ലെവലിലായിരിക്കും എക്സ്പോഷർ. പിന്നെ എന്റെ അലുമിനിസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലെ, പല തരത്തിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അങ്ങനെ കണക്ഷൻസ് ഒരുപാടായിരിക്കും. പതുക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ലൈഫ് സെക്യൂർ ആവണമെങ്കിൽ ഈ ലാസ്റ്റ് സമയത്ത് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഏതൊരു എക്സാമിന്റെയും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.